പവർ സപ്ലൈയിൽ ഇനി നമ്മൾ പറയുന്നത് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. നമ്മൾ പറഞ്ഞു അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ പ്രധാന ദോഷം എന്ന് പറയണത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത് ഔട്ട്പുട്ട് വോൾട്ടേജിനുണ്ടാവുന്ന വേരിയേഷനാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള പവർ സപ്ലൈ ആണെന്ത് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള റെഗുലേഷൻ രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൻ്റെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും ഡീറ്റെയിൽസൊക്കെ നമ്മളത് ആ സമയത്ത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ആ സെക്ഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഏതൊക്കെ രീതിയിലുള്ള റെഗുലേഷൻ രീതികളുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള റെഗുലേഷൻ രീതികളെന്ന് പറയുന്നത് സെനർ റെഗുലേഷൻ ഉണ്ട്, ഷണ്ട് റെഗുലേഷൻ ഉണ്ട്, സീരീസ് റെഗുലേഷൻ ഉണ്ട്, IC റെഗുലേഷൻ ഉണ്ട്, പിന്നെ ഫീഡ്ബാക്ക് റെഗുലേഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്രയും റെഗുലേഷൻ രീതികളാണ് സാധാരണ നമ്മൾ DC സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ അഡീഷണലായിട്ട് വരുന്ന പവർ സപ്ലൈ സർക്യൂട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണലായിട്ട് വേറെ പറയുകയും ചെയ്യും. അപ്പോൾ റെഗുലേഷൻ്റെ ബേസിക്കലി ഉള്ള ഈ മെത്തേഡുകൾ നമുക്ക് എന്താണെന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കിപ്പോകാം. അപ്പോൾ സെനർ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഒരു സെനർ ഡയോഡാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സെനർ റെഗുലേഷനിൽ നമുക്കറിയാം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് എങ്ങോട്ടാണ്, ഒരു സെനർ ഡയോഡിലേക്കാണ് കൊടുക്കുന്നത്. ഒരു സീരീസ് ആയിട്ട് റെസിസ്റ്റർ, അതിനുശേഷം പിന്നെ ഒരു അതിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സെനർ ഡയോഡ്. ഇതാണ് ആ ഒരു സർക്യൂട്ടിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് നേരെ എവിടേക്ക് പോകും, പിന്നെ ലോഡിലേക്ക് പോകും. ഇതോടെ ലോഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് എന്ത് കൊടുക്കുന്നത്, അൺറെഗുലേറ്റഡ് DC കൊടുക്കുന്നത്. അൺറെഗുലേറ്റഡ് DC എവിടെയാണ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ അൺറെഗുലേറ്റഡ് DCക്ക് സീരീസ് ആയിട്ട് എന്ത് വയ്ക്കുന്നു, ഒരു റെസിസ്റ്ററും പാരലായിട്ട് സെനർ ഡയോഡും കണക്ട് ചെയ്യുന്ന റെഗുലേഷൻ രീതിയാണെന്ത് സെനർ ഡയോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ പോയിന്റിൽ സെനർ കണ്ടക്ട് ചെയ്യും, നമുക്കറിയാവുന്ന കാര്യമാണ്. ബ്രേക്ക് ഡൗൺ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, സെനർ കണ്ടക്ട് ചെയ്യും. ഔട്ട്പുട്ട് ലോഡിൽ എന്തുണ്ടാവും, സെനർ വോൾട്ടിന് തുല്യമായിട്ടുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും സർക്യൂട്ടിൽ. നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് ലോഡിലേക്ക് വോൾട്ടേജ് വേണ്ടത്, ആ വോൾട്ടേജിനനുസരിച്ചിട്ടുള്ള സെനർ ഡയോഡാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്തരം സർക്യൂട്ടുകളിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് എത്ര വോൾട്ടാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സെനർ ഡയോഡുകൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ സെനർ ഡയോഡിൻ്റെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ നിലവിലുള്ള സെനർ കറണ്ടിനെക്കാട്ടിലും കൂടിയ അളവിലുള്ള വോൾട്ടായിരിക്കണം അതിന് ഉണ്ടായിരിക്കേണ്ടത്. ഇതിൽ നമ്മൾ സാധാരണ സെനർ ഡയോഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ആ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ എലമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഉയർന്ന ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന സമയത്ത് ആ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്തിട്ട് സെനർ ഡയോഡിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സെനർ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ലോഡിലേക്ക് എന്ത് കിട്ടുള്ളൂ, സെനറിന് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് ലോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് കുറയുന്ന സമയത്ത്, ഇൻപുട്ട് വോൾട്ടേജ് കുറയുകയാണെങ്കിൽ സെനർ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് കിട്ടും, ആ വരുന്ന വോൾട്ടേജ് അങ്ങനെ ഔട്ട്പുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഈ രീതിയിലാണ് സെനർ ഡയോഡിൻ്റെ റെഗുലേഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേരിയേഷൻസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ഒരു വേരിയേഷൻസ് ബാധിക്കാതെ എന്ത് ചെയ്യുന്നു, സെനർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെനർ കണ്ടക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്ന ടൈപ്പാണെന്ത് സെനർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെനർ ഉപയോഗിച്ചിട്ടുള്ള പവർ സപ്ലൈ രീതി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളത് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള റെഗുലേഷൻ രീതികൾ ഉപയോഗിച്ചിരുന്നു. ട്രാൻസിസ്റ്ററുകളോ അല്ലെങ്കിൽ മോസ്ഫെറ്റ് അത്തരം കമ്പോണൻസുകളാണ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത്. സീരീസ് ആയാലും അതുപോലെ തന്നെ ഷണ്ടായാലും അവിടെ ട്രാൻസിസ്റ്റേഴ്സിന് പകരം ഒന്നുമില്ല ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോസ്ഫെറ്റുകൾ എന്ത് ചെയ്യാം, ഈ ഒരു റെഗുലേഷൻ രീതികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ സീരീസ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷണ്ട് റെഗുലേഷൻ അല്ലെങ്കിൽ സീരീസ് റെഗുലേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്. അതിൽ ഷണ്ട് റെഗുലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് പാരലായിട്ടാണ് എന്ത് വയ്ക്കുന്നത്, അവിടെ ആ ഷണ്ട് എലമെൻറ്റ്, അതായത് ട്രാൻസിസ്റ്റർ ആവാം അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആവാം, ഏത് കമ്പോണൻ്റാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഡിവൈസ് വെക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളതാണ് എന്ത് ഷണ്ട് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സീരീസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഒരു
ഷണ്ട് എലമെൻറ്റ് വയ്ക്കും. ഷണ്ട് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ എന്തോ ഉപകരണം വെച്ചെങ്കിൽ അത് വയ്ക്കും. അതിനുശേഷം പിന്നെ അതിലേക്കൊരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. റെഫറൻസ് വോൾട്ടേജിന് വേണ്ടിയിട്ട് സാധാരണ ഇവിടെ സെനർ ഡയോഡുകളാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നുണ്ടാവുക. അതിനുശേഷം പിന്നെ അത് ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് റെഫറൻസാണ്. നമ്മുടെ ഈ ആറെന്ന് മാർക്ക് ചെയ്ത് റെഫറൻസ് വോൾട്ടേജ് ആണ്. മറ്റത് ഷണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ആവാം അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആവാം. അപ്പോൾ അതിനുശേഷം ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു? അൺറെഗുലേറ്റഡ് സിഗ്നലായിട്ടാണ് എന്ത് ചെയ്യുക കൊടുക്കുക. അപ്പോൾ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന അൺറെഗുലേറ്റഡ് ഡി സിക്ക് പാരലായിട്ട് സ്വിച്ചിങ് എലമെൻറ്റ് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എലമെൻറ്റ് കണക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് ഷണ്ട് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ടിൽ സോഴ്സിന് എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഷണ്ട് എലമെൻറ്റ്, റെഫറൻസ് എലമെൻറ്റ് ഇതെന്ത് ചെയ്യുന്നു? ഈ രണ്ട് കമ്പോണൻസുകളാണെങ്കിൽ ഇൻപുട്ടിലുണ്ടാകുന്ന വേരിയേഷൻസ് മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് ഔട്ട്പുട്ട് എന്താക്കി നിർത്തും? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഷണ്ട് റെഗുലേഷനിൽ വർക്കിംഗ് നടക്കുന്നത്. ഈ സീരീസ് റെഗുലേഷൻ ആണെങ്കിലോ, സീരീസിലാവുമ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ എന്തുണ്ട്? ഒരു സീരീസ് എലമെൻ്റ് ഉണ്ടായിരിക്കും. ട്രാൻസിസ്റ്ററോ എന്തെങ്കിലും കമ്പോണൻ്റ് ആയിട്ട് ഉണ്ടാകും. അതിനുശേഷം പിന്നെ റെഫറൻസ് കൊടുക്കാനുള്ള ഒരു കമ്പോണൻ്റ്. ഇതും സാധാരണ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? റെസിസ്റ്റർ ആയിട്ടാണ്, അല്ലെങ്കിൽ സെനർ ഡയോഡായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. പിന്നെ ഔട്ട്പുട്ട് ലോഡും ഉണ്ടായിരിക്കും. ഔട്ട്പുട്ട് എന്തിലേക്കാണ് കൊടുക്കുന്നത്? ആ ലോഡ് അവിടെ ഉപയോഗിക്കും. അപ്പോൾ കൊടുക്കുന്ന സിഗ്നൽ ഈ പവർ സപ്ലൈയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാണ് എന്ത്? ഈ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്നോ അല്ലെങ്കിൽ റെഗുലേറ്റഡ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. റെഗുലേറ്റഡ് സർക്യൂട്ട് എലമെൻറ്റ് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്തിട്ടുള്ളത്. റെഫറൻസ് വോൾട്ടേജിന് വേണ്ടിയിട്ട് സെനർ ഡയോഡ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജിലുണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ചിട്ട് എന്തുണ്ടാവും? സർക്യൂട്ട് എലമെൻറ്റ്സിൻ്റെ ഓൺ ഓഫ് അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ഷനും കട്ട് ഓഫും ആ ഒരു അവസ്ഥ കൊണ്ട് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഓണാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓണായിരിക്കുന്ന സമയത്ത് ഇത് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ റെഫറൻസ് വോൾട്ടേജിനനുസരിച്ചിട്ട് എന്ത് കിട്ടും? ആ വോൾട്ടേജ് ലോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് വരുന്ന വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാലോ, ആ കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ സമയത്ത് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് എന്നുള്ളൊരവസ്ഥയിലാണ്. ഓഫ് എന്നുള്ളൊരവസ്ഥയിലായതുകൊണ്ട് ആ ഉള്ള വോൾട്ടേജ് അങ്ങനെ എങ്ങോട്ട് പോവുകയാണ് ചെയ്യുക? ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ സീരീസ് റെഗുലേറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സീരീസ് റെഗുലേഷൻ. പിന്നീട് ഐ സി റെഗുലേറ്റേഴ്സാണ്. അപ്പോൾ ഐ സി റെഗുലേറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് ഐ സി റെഗുലേറ്റേഴ്സും അതുപോലെ തന്നെ വേരിയബിൾ ഐ സി റെഗുലേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റെഗുലേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐ സി ഏതാണോ ആ ഐ സി എന്ത് ചെയ്യുന്നു? ആ ഒരു റെക്ടിഫയറിന് ശേഷം അല്ലെങ്കിൽ റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ടിന് ശേഷം കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ 3 പിൻ ഐ സികളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റർ ഐ സികളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലെഗിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ട് ഒരു ഭാഗത്ത് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ലെഗിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുറഞ്ഞ വോൾട്ടേജ് ലെവലിലുള്ള സിഗ്നലുകളെ റെഗുലേറ്റ് ചെയ്യാനാണ് ഐ സികൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഉയർന്ന പവർ സപ്ലൈകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഐ സി റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറഞ്ഞ കറണ്ടുകളും ഒരു ലോ കറണ്ട് പവർ സപ്ലൈ കൂടിയാണെന്ത് ഐ സി റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. മാക്സിമം ഒരു 2-3 ആംബിയേഴ്സ് വരെയുള്ള സിഗ്നലുകളെ കൈകാര്യം അല്ലെങ്കിൽ അത്രയും വോൾട്ടിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഐ സി ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഈ ഐ സികൾ ഫിക്സഡ് ആൻഡ് അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള സ്കീമിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ സി റെഗുലേറ്റേഴ്സിൻ്റെ ടോപ്പിക്കിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പവർ സപ്ലൈ സർക്യൂട്ടുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് ഐ സി റെഗുലേഷൻ രീതി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഫീഡ്ബാക്ക് റെഗുലേഷൻ രീതിയാണ്. ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് റെഗുലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫീഡ്ബാക്ക് റെഗുലേഷൻ രീതി എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് റെഗുലേറ്റർ സർക്യൂട്ടുകളുണ്ട്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെഗുലേഷൻ രീതി കാണിച്ചിട്ടുണ്ട്. ഇതൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെഗുലേഷൻ നടത്തുന്നത് ഒരു ഫീഡ്ബാക്ക് റെഗുലേഷൻ രീതിയിലായിരിക്കും. അതായത് ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് ചെയ്യപ്പെടും. അങ്ങനെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നത്. അതായത് ഫീഡ്ബാക്ക് വോൾട്ടേജും അതുപോലെ തന്നെ ഒരു റെഫറൻസ് വോൾട്ടേജും കമ്പയർ ചെയ്തിട്ട് എന്തുണ്ടാവും? ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
ഇവിടെ ഒരു സീരീസ് ഫീഡ്ബാക്കാണ് നമ്മൾ പറഞ്ഞു. സീരീസ് ഫീഡ്ബാക്കിൻ്റെ സർക്യൂട്ട്. സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയാൻ കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ Q2 എന്നുള്ള ട്രാൻസിസ്റ്ററാണ് അവിടെ ഒരു സർക്യൂട്ട് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അത് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ, കോമൺ എമിറ്ററിലുള്ളത് ഒരു ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അതായത് കുറഞ്ഞ സമയത്ത് വോൾട്ടേജിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് കിട്ടുന്ന റെഫറൻസ് വോൾട്ടേജിനനുസരിച്ചിട്ട് ആ വോൾട്ടേജിനെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ Q2 എന്നുള്ളത് കോമൺ ബേസ് കോൺഫിഗറേഷനിലാണ്. Q1 കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എന്ത് ചെയ്യുന്നു, ഒരു ആംപ്ലിഫയർ ആയിട്ടും പ്രവർത്തിക്കും. R1 R2 ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് R1 അതുപോലെ തന്നെ R2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. R1 R2 അത് രണ്ടും എന്താണ്, അത് രണ്ടും ഇവിടെ ഈ ഒരു Q1 വേണ്ടിയിട്ട് ബേസ് ബയാസിങ് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകളാണ്. അതിനുശേഷം പിന്നെ Q1 അവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. K എന്ന് മാർക്ക് ചെയ്തൊരു വേരിയബിൾ റെസിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളതിൽ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എത്രയാണോ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വേണ്ടത് ആ വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സംവിധാനമാണെന്ത് അവിടെയുള്ള ആ ഒരു വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ഡയോഡ് ഇവിടെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. എത്രയാണോ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടതനുസരിച്ച് ആ ഒരു വോൾട്ടേജിലേക്ക് ഇതിനെ നിലനിർത്താനാണ് അവിടെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. RS വഴി എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിനെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പവർ സപ്ലൈ ആണെന്ത് ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ രീതിയിൽ എന്തുണ്ട് റെഗുലേഷൻ രീതികൾ നടത്തുന്നു. നമ്മൾ റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് ഔട്ട്പുട്ടിനെ ബാധിക്കാതെ ഔട്ട്പുട്ട് എപ്പോഴും സ്ഥിരമാക്കി നിർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത് റെഗുലേഷൻ രീതി എന്ന് പറയുന്നത്. നമ്മൾ മുൻപത്തെ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും എന്ത് ചെയ്യുക, ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഈ രീതിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ രീതികളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും.